ഇപ്പൊ കണ്ടില്ല ആ പാവം മനുഷ്യന്റെ ഒരു അവസ്ഥ. അയാൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതേമാതിരി കുറെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ 4 ആളെ ഇടയിൽ ചെല്ലുമ്പോ മറ്റുള്ളവരൊക്കെ എന്താ വിചാരിക്കാന്ന് മനസ്സിലാക്കാൻ പറ്റാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അയാൾ ജീവൻ കൊടുക്കി. ആ ടൈമിൽ ആ പെണ്ണിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞതിന് ശേഷം ഈ പെണ്ണിനെ കുറ്റം പറഞ്ഞു. എന്ത് കാര്യത്തിന്? ഇത്രത്തോളം വൈറലാക്കിയിട്ട് ഇത്രത്തോളം അയാളുടെ ജീവൻ എടുത്തതിന് ശേഷം അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? ജീവൻ പോയില്ലേ? ഇപ്പൊ ആർക്കാണ് ഇതിൽ നഷ്ടം? അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അദ്ദേഹത്തിന്റെ മകൾക്കുമാണ് ഇതിൽ നഷ്ടമുള്ളത്. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ പട്ടി കുറക്കണ മാതിരി കുറെ ആൾക്കാർ ഇങ്ങനെ കുറച്ചിട്ട് എന്ത് കാര്യം തന്നെയുള്ളത്? സപ്പോർട്ട് ചെയ്തോളി, സപ്പോർട്ട് ചെയ്യണതിന് ഒന്നും പറയണില്ല. പക്ഷെ നിയമപരമായിട്ട് അത് ഏതൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ അതിക്രമം നടക്കണില്ല എന്നൊന്നും പറഞ്ഞില്ല, അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് ഉത്തരം കൊടുക്കേണ്ടതും ഉത്തരം ചോദിക്കേണ്ടതും സ്ഥലം ഇതല്ല, ഇത് സോഷ്യൽ മീഡിയ. ഇതിന്റെ ഉള്ളിലല്ല അതിന്റെ വിസ്താരണം ഒന്നും നടക്കേണ്ടത്. അതിനാണ് ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉള്ളത്. അവിടെ ചെന്നിട്ട് ഇതിന് കേസ് കൊടുക്കുക, അവര് വിസ്താരണമൊക്കെ നടത്തിട്ട് അതിനല്ലേ ഇവിടെ അതൊക്കെ ഉള്ളത്. എന്നിട്ട് ഇതിൽ സത്യം ഉണ്ടോ ഇല്ലെന്നും അറിയാണ്ട് കുറെ ആൾക്കാർ ഇത് ഷെയറും ലൈക്കും കമന്റും കൊണ്ട് ചെയ്തിട്ട് ആ വീഡിയോ കൊണ്ട് വൈറലാക്കും. ആ പാവപ്പെട്ട മനുഷ്യന്മാര് ഇതിൽ പെട്ടുക്കണോ ഇല്ല, ഇത് സത്യാവസ്ഥയിൽ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്, അറിയാതെ ചെയ്താണോ, ഒന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല.